ഉള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊന്നവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ തേനയിട്ടതിൽ ഇത് തേനെടുക്കാനുണ്ട്. ഇതൊന്ന് ഞാൻ തേനെടുത്ത് കാണിച്ചില്ല. വേണ്ട, തേന് കുറച്ച് നിറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് എടുത്തു നോക്കാം. അത്രയേ ഉള്ളൂ, തേനൊന്നും ഇല്ല ഇതിൽ. ഇപ്രാവശ്യം തേനൊന്നും ആയിട്ടില്ല. എന്നാൽ തൽക്കാലം പുക എടുത്തിട്ട് വരട്ടെ. ലേശം എടുക്കാം, പുകയുടെ തന്നെ ശരിയാവില്ല. തേനുണ്ട്, ഇത് ഊതിയിട്ട് കളയണം. തല കറങ്ങുന്നു. ഒരു തേൻ ഈച്ച ഇത് ശരിയാവില്ല. ലേശം അടിക്കണം, പുകയടിക്കണം. പുകയടിക്കണം, മറ്റ് ഈച്ച പോകുന്നില്ല കേട്ടോ. ഞാൻ പുകയെടുത്തിട്ട് അടിച്ചിട്ട് വരട്ടെ. തല കറങ്ങുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ ഇതിൽ പുക ഇട്ടിട്ടാവുള്ളൂ, ചേരി ഇട്ടിട്ട് പുക ആക്കിയിട്ടാവുള്ളൂ. ഇപ്പോൾ പുക എടുത്ത് കൊടുക്കട്ടെ. ഈച്ചയുടെ ഊതുമ്പോൾ എനിക്ക് കറങ്ങുന്നു, തല കറങ്ങുന്നു. അതുകൊണ്ടാണ്. ഇല്ല, അത്രയൊന്നും ഈച്ച ഇല്ല. ഇപ്രാവശ്യം കുറവാണ്, തേനൊന്നും ഇല്ല. എന്നാലും കുറച്ച് നമുക്ക് എടുക്കാൻ കിട്ടിയെങ്കിലായില്ലേ. അതാണ്, ഒരു മരുന്നിനും കിട്ടുമല്ലോ എന്ന് വെച്ചാൽ. മറ്റിപ്പോൾ ഈ സമയത്ത് നല്ല കിട്ടണ്ടേ. കുത്തിയിട്ടുണ്ടെങ്കിൽ കയ്യും കണ്ണൊന്നും ആക്കിയിട്ടാവില്ല. ഞാൻ കുപ്പായൊന്നും ഇട്ടിട്ടില്ല ഇന്ന്. അത്രേ തേനുള്ളൂ, അതുകൊണ്ടാണ് ഈച്ച കുറവാ. എന്താ ഇല്ലെങ്കിൽ തേനില്ല. ഇനി എടുത്തിട്ട് എന്നിട്ട് എടുക്കെല്ലാം കിട്ടിപ്പോയെങ്കിലായി, അത്രേ ഉള്ളൂ. ഇതൊന്നും തേനയില്ല. നമുക്ക് നോക്കാം, കുറച്ചൊന്നും കിട്ടുമോ നോക്കട്ടെ. അതായത്
തേനൊന്നുമില്ല ഇതിൽ, തേനെല്ലാം കുറവാണ്. എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിപ്പോൾ ഇതാണ് തേൻ എടുക്കുന്ന ഇത് കണ്ട, ഇത് അതിൻ്റെ ഇതാണ് കറക്കുക. ഇതിങ്ങനെ കറക്കുക കണ്ടാ, ഇതിൻ്റെ മൂടിയാണ്. ഇത് കണ്ടില്ലേ? പിന്നെ ഇതാണ് ഇതിൻ്റെ അടിയിൽ കറക്കുന്നത്. ഇത് കണ്ട, ഇതാണ് വിഷയം. ഇതിനകത്ത് 2 അട വെക്കും. ഇതിനകത്ത് 2 അട വെച്ചിട്ട് എടുക്കും. ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് കെട്ടിയിട്ടുണ്ട്. ഇത് അതുകൊണ്ട് ഉള്ളി കഴിയുന്ന ഇതിപ്പം ഇങ്ങനെ ഒരു ഭാഗം ചരിച്ച് വെക്കും. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കും. അതേപോലെ തന്നെ ഇതിപ്പത്തും ഒന്നിങ്ങനെ വെക്കും. 2 ഭാഗത്തെ വെക്കുക. കണ്ടാ, പേരൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇടും. ഇത് കണ്ട, ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഇതിങ്ങനെ കറക്കുവയ്യ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ച് ഇനിയിപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ട് കറക്കും. കുറേ കാലം എടുക്കാറുണ്ട്. പിന്നെ അടി മറിച്ചിട്ടേ തേനിങ്ങനെ നല്ല ഉണ്ടാവുക. 2 അട്ടി മേലെ വെക്കും. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്രാവശ്യം തേനൊന്നും കിട്ടിയില്ല. ഇപ്പം എനിക്ക് അട കിട്ടി. കൊടുത്തു തന്നിട്ട് അതിലെ ഈച്ചയെല്ലാം പാടിപ്പോയതുകൊണ്ട് തേനില്ലാണ്ടായിപ്പോയില്ല. അവർ തന്നത് ഇപ്പാണ്. തേനൊന്നും ഇല്ല, അതുകൊണ്ട് തേനെല്ലാം കുറവാണ്. പിന്നെ ഒന്ന് എടുക്കാൻ നേരത്തേക്ക് മാത്രം എന്താ തേനൊക്കെ കുറവല്ല. ഇടില്ലേ, ഇങ്ങനെ വെച്ചു ഉണ്ടാ. ഇനിയിപ്പോൾ ഇതെടുത്തില്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു 10-20 തേനല്ല, ഒരു 10-16 ലിറ്റർ 16 റുപ്പി തേനോളം എങ്ങനെയായാലും ഒരു പെട്ടിയിൽ നിന്ന് കിട്ടും. 16 റുപ്പി തേൻ കിട്ടും ഒരു പെട്ടിയിൽ നിന്ന്. നല്ല തേനുള്ള സമയത്താണെങ്കിൽ നല്ലോണം തേൻ വെച്ചിന് 10-20 റുപ്പിയിലും കിട്ടും. പക്ഷേങ്കിൽ ഇക്കൊല്ലം തേനില്ല, പൊതുവേ തേനില്ല, ആർക്കും തേനില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കുപ്പി ആദ്യം കൊണ്ടുവന്ന തേനീച്ച പാറിപ്പോയി. എനിക്കിപ്പോൾ കൊണ്ടുവന്ന ഇതിൽ എത്ര തേനില്ല. ഇതും പാറിയത് ഞാൻ
ഈച്ച കുറവാണ്. അതുകൊണ്ടാണ് ഈച്ച കുറവൊന്നുമില്ലെങ്കിൽ 2 തട്ടുമ്പിൽ ഇതേപോലെ വെക്കാം, 4 വെക്കാം. 2 തട്ടുമ്പിൽ വെച്ചാൽ ശരിക്കും പറയാ വെച്ചാൽ 2 കുപ്പി തേൻ ഒരു 4 കുപ്പി തേനെല്ലാം കിട്ടും. ഒറ്റൊരു പൊട്ടി തന്നെ ഒരു ട്രിപ്പിന് എടുക്കാൻ ഉണ്ടോ. ഇതായിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് തേനെടുക്കൽ. കണ്ടില്ലേ, ഞാൻ തേനെടുക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ അടി ഇനിയിപ്പോൾ അതിൽ ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ആദ്യം ഒരിക്കും കൂടി എടുക്കുക. ഇതിലുള്ള തേൻ ഇതാവുള്ളൂ, ഇത്രയേ ഉള്ളൂ തേൻ. ഉണ്ടോ, തേൻ കുറവാണ്, തേനില്ല. അത് നമുക്കത് ഊറ്റിയെടുക്കാം. എടുത്ത് എരിച്ച് വെക്കട്ടെ, എന്നിട്ട് തേനെടുക്കാം. തേനുണ്ട് അവിടെ, ഇങ്ങനെ എടുക്കട്ടെ. അതവിടെ ചെരിച്ച് നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അതവിടെ ചെരിച്ച് നിൽക്കട്ടെ. അവിടെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് വരാം. ഇത് ഞാനിങ്ങനെ ചെരിച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് എടുക്കട്ടെ. എന്താ ഉണ്ടോ, അത്രേ തേനുള്ളൂ. ഒരു അരക്കുപ്പി വരെ തേനേ ഉള്ളൂ. തേനിപ്പം തേനില്ലാതെ കൊണ്ടാണ് തേൻ കഴിഞ്ഞ സമയം കഴിഞ്ഞു. തേൻ്റെ പുഷ്പിച്ച റബ്ബറെല്ലാം പൂക്കുന്ന സമയം പൂവെല്ലാം പൂത്ത് കഴിഞ്ഞ് പോയി. സമയം കഴിഞ്ഞിട്ട് കിട്ടിയത് വെട്ടി. അതുകൊണ്ടാണ് പൈസയും കൊടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് ഒരു ലേശം ഒരിക്കലും എടുക്കാമല്ലോ എന്ന് വെച്ചാൽ എടുക്കുന്നത്. ഇനിയിപ്പം ചിലപ്പോൾ ഏപ്രിൽ മാസം അങ്ങോട്ടാകുമ്പോൾ കിട്ടും. ഈ അണ്ടിയെല്ലാം പൂക്കുന്ന സമയത്താകുമ്പോൾ കുറച്ച് തേൻ കിട്ടും. ആ സമയത്ത് നല്ലപോലെ തേനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കുറവാണ്. ഇനിയിപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് തേൻ. അരക്കുപ്പി തേനുണ്ട്. അരക്കുപ്പി നല്ല കിട്ടും. ഒരു പെട്ടിൻ്റെ അകത്ത് എങ്ങനെയായാലും ഒന്നിച്ചെടുക്കുമ്പോൾ 2-3 കുപ്പി തേനെല്ലാം കിട്ടും. 4 പെട്ടിയല്ല, ഈ 4 ആ 8 വെക്കും. ഇതിൻ്റെ മേലെ ഒരു തട്ടും കൂടി വെക്കും, ഒരു ഫ്രെയിമും കൂടി അതിൻ്റെ മേലെ വെക്കും. ആ മേലെ വെച്ചിട്ടാകുമ്പോൾ 4 തട്ട് ഇതേപോലത്തെ 4 അട മാത്രമേ ഒന്നിന് വെക്കൂലൂ. ഇങ്ങനത്തെ 4 വെക്കൂലൂ. അത് 4 അതിൻ്റെ മേലെയും ദൂരെ വെച്ച് നിറച്ചും വണ്ണം വന്നിട്ട് നല്ല പൊന്തൂല, അത്രയ്ക്ക് ഉണ്ടാവും. ഇതിപ്പം തേൻ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം കൂടുതലില്ലാതെ. ഇത് നിറച്ചും ഉണ്ടാവും. അത് നിറക്കാതെ വെച്ചാൽ സമയം കഴിഞ്ഞ് പോയി. നിറക്കുന്നത്ര വേണ്ട, ഇങ്ങനെ കെട്ടിക്കൂട്ടുന്നത്ര. ഇതേപോലെ കെട്ടിക്കൂട്ടണം ഈച്ച. വേണ്ട, ഇതേപോലെ കെട്ടിക്കൂട്ടണം. ഇപ്പം അതിൻ്റെ കള്ളിയെല്ലാം നിറക്കും. ഇനി അവരിപ്പം നിറച്ചോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ട് വേറെ കെട്ടിയാൽ തേൻ കിട്ടുന്നെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് മുറിച്ചിട്ട് വേറെ കയറ്റി കെട്ടിയാൽ മതി, എന്നാൽ തേനുണ്ടാവും. ഉണ്ടാ ഇതാ തേനിതാ. വേണ്ട, ഒരു 500 തേനുണ്ട്. ഇത്രയേ ഉള്ളൂ. ഉണ്ടാ 500 തേനുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഇതാണ് മിഷ്യൻ. നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെഷീനാണ്, തേനെടുക്കുന്ന മെഷീനാണ് ഇത്. ഇതിന് മേലെ കെട്ടുന്ന ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ അകത്താണ്, ഇതിൻ്റെ അകത്താണ് അതിൻ്റെ 6 അടയുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ 6 അടേൻ്റെ അകത്ത് നിന്ന് മുറിച്ചിട്ടാണ് ഇനി തെറ്റത്തെ ഒരട 6-ാമത്തെ അട മുറിച്ചിട്ടാണ് നമുക്ക് ഇതിൽ നിറച്ച് കെട്ടുക. ഇതിൽ കുറച്ച് കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഈച്ച കെട്ടി കൂട്ടിക്കോളും. ഇതങ്ങനെയാണ്. ഇതിപ്പം പകുതിക്ക് കെട്ടിയതായി ഇപ്പോൾ ഇത്രപോലെ കൂട്ടിയത്. അതിപ്പം തേച്ച് മേലോളം കെട്ടണം. ഇനിയിപ്പോൾ അവർ കൂട്ടിക്കോളും. ഇത് ഇനിയിപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഇനിത്തേൻ എടുക്കാൻ നമ്മളേക്ക് അവരിത് കൂട്ടി നിറച്ച് കൂട്ടിയിട്ട് തേൻ വെക്കും. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതുള്ളു. ഇതിപ്പം കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് തേൻ. നല്ല തേനാണ്, നല്ല അടിപൊളി തേനാന്ന് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ കിലം കിട്ടുമെന്നുള്ള ഉറപ്പും ഗ്യാരണ്ടിയൊന്നും പറയാൻ കഴിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നും എടുക്കും. ആ സമയത്ത് നോക്കും. ഒരു 3-4 ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം നോക്കും ഉണ്ടോയെന്ന്. പൂവുണ്ടെങ്കിൽ ഉണ്ടാവും. തേൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർ വെക്കും. പക്ഷേങ്കിൽ നമ്മൾ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നോക്കിയാലും തേനുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പം എനിക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു. ഞാൻ ഇത്രയേ ഉള്ളൂ ഇന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ മേലെ നിന്ന് അടിയിൽ നിന്ന് കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അടിത്തലക്കുന്ന് കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അടിയിലേത്തത് മുറിച്ച് കെട്ടുമ്പോൾ ഇതേപോലെ കെട്ടുന്നത് ഇതുപോലെ കെട്ടേണ്ടതാണ്. അത് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഞാൻ ഇനിത്തേന് ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പം കെട്ടുന്നില്ല. ഇനി ഒന്നും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം കെട്ടാം. ഇല്ലേ പിന്നെ ആവശ്യമില്ലെങ്കിൽ പിന്നെ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മേലെ ഒരു 4 തട്ടും കൂടി കെട്ടാൻ കഴിയും. ഇനിയിപ്പോൾ തേനൊന്നും കാണുന്നില്ല. മഴ പെയ്തിട്ട് പിന്നെ തേൻ ഉണ്ടാവുകയില്ല. മഴ പെയ്താൽ പിന്നെ തേനെല്ലാം തേച്ച് ഒലിച്ചു പോകുമല്ലോ. പിന്നെ തേൻ പൂത്ത പൂവിൻ്റെ മേലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കും. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും
തീരുന്നവരെ കാണണം. പിന്നെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് അത്ര കഴിഞ്ഞാലും നിങ്ങൾ ഒന്നും ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ട് കാണുന്നതാണ്. എനിക്ക് കഴിയും തോന്നുന്നില്ല. ആകുമ്പോലെ ആകുന്നത്ര കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നും മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. എല്ലാവരും സപ്പോർട്ടും വേണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് അത്രയും പറയാൻ കഴിയുള്ളൂ. എനിക്ക് തീരെ കയ്യാട്ടായിട്ട് അവൾ തീരെ കഴിയുന്നില്ല. പിന്നെ ഇതൊന്ന് എടുത്തു നോക്കാൻ വെച്ചിട്ട് മാത്രമാണ് ഞാനിതിപ്പം നിങ്ങളെ കാണിക്കാൻ എടുത്തത്. ഇനി